ഞാൻ സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതിന് സന്തോഷ് ജിയുടെ അഭിപ്രായം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ നമുക്കിപ്പോൾ കേൾക്കാം. ജനറലായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കും യോജിപ്പുണ്ട്. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പിന്നെ എല്ലാം ഒരു ബിസിനസ്സാണ്, അങ്ങനെയും ജീവിക്കുന്ന കുറേ പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. നമുക്ക് അങ്ങനെ രണ്ട് രീതിയിലും അതിനെ എടുക്കാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ കണ്ടിന്യൂസ്ലി ഒരേ കാര്യം തന്നെ വരുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ സീരിയലെല്ലാം കാണുന്ന പെൺകുട്ടികൾക്ക്, കാരണം അമ്മായിയമ്മ മരുമോൾ പ്രശ്നം, അവിഹിതം, ഇതാണല്ലോ അതിൻ്റെ മെയിൻ. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന പെൺകുട്ടികൾക്ക് കല്യാണം വേണോ, ഇമ്മാതിരി ഒരു അമ്മായിമ്മേനെയൊക്കെ ഞങ്ങൾ സഹിക്കണോ എന്ന ഒരു ചിന്ത ഇൻഡയറക്റ്റ്ലി ഉണ്ടാവും. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ മലയാള സിനിമ എടുത്ത് വെറും സീരിയലിനെ പറയാൻ പറ്റില്ല. പല മലയാള സിനിമയിലും കഞ്ചാവ് അടിക്കുന്നതിൻ്റെ ആവശ്യകത, ഫുൾ ടൈം വെള്ളടി, നായകനും നായികയൊക്കെ ഫുൾ ടൈം വെള്ളടി, ഇങ്ങനെയൊക്കെ വരുമ്പോഴും ആളുകളെ സ്വാധീനിക്കൂലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിനെയൊക്കെ സീരിയലും സിനിമയായിട്ട് കാണാനുള്ള മാനസികാവസ്ഥപ്പെടുത്ത ജനങ്ങൾക്ക് വേണം. ഇപ്പം നടൻ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു സ്ത്രീ മരിച്ചു, അവിടെയൊക്കെ ആൾക്കാർ കൂടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്ന്. ശരിക്കും ജനങ്ങളാണ് ഇതിൽ മാറേണ്ടത്, ഇവരല്ല മാറേണ്ടത്. ഇത്തരം ഒരു പക്ക വേസ്റ്റായിട്ടുള്ള പരിപാടികൾ കാണരുത് എന്ന് ഇവിടുത്തെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. അത് പെണ്ണുങ്ങൾ അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നിടത്തോളം കാലം സീരിയലുകാർ ജീവിച്ചു. അതേപോലെ ഇങ്ങനത്തെ കുറേ നടന്മാർക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന ആളുള്ളിടത്തോളം കാലം അവരും ജീവിച്ചു. ഞാൻ പറയുന്നു, അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയും സമയവും ഡാറ്റയും കളഞ്ഞ് ഇതൊക്കെ ഇരുന്ന് കാണുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും സൂപ്പർ താരങ്ങളായാലും ഏത് നടനായാലും അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞ്, സമയം കളഞ്ഞ്, ജീവൻ കളഞ്ഞ് ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇതിനൊന്നും ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു മസാല ഷോപ്പുകാരൻ അരിയും കറിയൊക്കെ വിറ്റ് ജീവിക്കുന്നു, അല്ലേ? ബേക്കറിക്കാരൻ ബേക്കറി സാധനം വിറ്റ് ജീവിക്കുന്നു, ഫർണിച്ചർ ഷോപ്പുകാരൻ ഫർണിച്ചർ വിറ്റ് ജീവിക്കുന്നു, നടന്മാരും സംവിധായകരും കല വിറ്റ് ജീവിക്കുന്നു. മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ. ഇതാണ് സാധനം.